മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ കൗമാരപ്രായത്തിൽ ഉള്ള ഏത് രീതിയിലാണ് അവരോട് പേരൻസ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളത് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അംഗീകരിക്കുക, അതുപോലെ മനസ്സിലാക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. പല കാര്യങ്ങളും നമ്മൾ ഒളിച്ചു വെച്ച് സംസാരിക്കും. പേരൻസ് അവരെ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോഴവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ അതനുസരിച്ച് അവരെ ഡയറക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് കോഴ്സ് സെലക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യവും ഒരു ട്രാൻസ്പെറൻസിയും കുഞ്ഞുങ്ങളായിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. കൗമാരത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലും ഒരുപാട് ഇഷ്യൂസ് നമുക്കുണ്ട്. 7 വയസ്സുകാരിക്കും 7 വയസ്സല്ല, ഈവൻ 4 വയസ്സുള്ള കുഞ്ഞിന് പോലും കേരളത്തിൽ ജീവിക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലാണ്. 70 വയസ്സുമൊക്കെ ലൈംഗികതയുടെ ഒരു അരാജകത്വം ഇന്ന് കേരളത്തിലുള്ളത് നമുക്കറിയാവുന്നതാണ്. പിശാചിൻ്റെ സന്തതികൾ വർദ്ധിച്ചു വരുന്ന, ദൈവത്തിൻ്റെ സന്തതികളല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിശാചിൻ്റെ സന്തതികൾ വർദ്ധിച്ചു വരുന്നതിനാൽ ലൈംഗിക വൈകൃതങ്ങൾ ഇന്ന് ധാരാളമായി കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ചെറുപ്പത്തിലെ ഈ ടീൻസിൽ തന്നെ ഈ പല ബന്ധങ്ങളിൽ വഴിപിഴച്ച ബന്ധങ്ങൾ പോകുന്നു. അതുപോലെ ലഹരി ഉപയോഗങ്ങൾക്ക് അടിമയാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഭവനത്തിൽ സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു കാര്യമാണ്. പേരൻസ് വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ രണ്ടുപേർക്കും പിള്ളേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സമയമില്ലാതെ വരുന്നു. അതുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരു ജീവിതം, കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതം, രണ്ടുപേരും 2 ധ്രുവങ്ങളിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ സ്നേഹം അന്വേഷിച്ച് വേറെ രീതിയിലൊക്കെ പോകുന്നു. ഇന്ന് ഒരു എപ്പിസോഡിൽ കൂടുതലായിട്ട് ടീൻസിലുള്ള പ്രേമം, ലൈംഗികത, ഇതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അവരേത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരുന്നെങ്കിൽ നേരത്തെ ഒരിക്കൽ നമ്മുടെ ഇൻ്റർനെറ്റിൽ വഴി ചാറ്റ് വഴി പരിചയപ്പെട്ട ഒരാൾ തെറ്റായിട്ട് ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു. അതിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി കണ്ണൂരിൽ നിന്ന് ഒളിച്ചോടി ഇവിടെ കൊല്ലത്ത് വന്ന് ആ ആള് സംസാരിച്ചു, തിരിച്ച് ഇവിടെ വന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത്, അതുവരെ അറിയത്തില്ലായിരുന്നു, ഏകദേശം 70 വയസ്സ് പ്രായമുള്ള ഒരാളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട്. ആ പെണ്ണ് വീട് വിട്ടിട്ട് ഒളിച്ചോടി ട്രെയിനിൽ കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഉദ്ദേശിച്ച ആൾ എന്ന് പറയുന്നത് ഒരു 70 വയസ്സോളം പ്രായമുള്ളൊരു വൃദ്ധനാണ് എന്ന് പറയും. ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രായമുണ്ട്. ഞാനിത് തമാശയ്ക്ക് പറഞ്ഞല്ല, നടന്ന സംഭവമാണ്, അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകാനായിട്ടുള്ള സാധ്യത ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് പ്രേമവും ഈ ലൈംഗികതയും ഒക്കെ ഇന്നത്തെ ഒരുപാട് കുഞ്ഞുങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിക്കഴിയുമ്പോൾ ഇൻ്റർനെറ്റിലുള്ള ചില ഡെഫിനിഷൻസ് ചില ആളുകൾ ചോദിച്ചിട്ട് അഭിപ്രായങ്ങൾ ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് എന്നെ കാണുന്നവരോട് ഞാൻ ഇതൊന്ന് അറിയിക്കുകയാണ്. പ്രേമത്തെക്കുറിച്ച് പലരും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇത്. കൗമാരപ്രായത്തിലുള്ളവർക്ക് നമ്മൾ പേരൻസ് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കുന്നത് പെയിൻറ്റ് നോക്കി വീട് വാങ്ങുന്ന പോലെയാണ്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കേട്ടുള്ളതാണ്, പോകാൻ ഉദ്ദേശിക്കുന്ന വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വണ്ടിയിൽ കയറി പൊക്കോണം. ഇന്ത്യൻ റെയിൽവേ പോലെ പോകാൻ ഉദ്ദേശിക്കുന്ന വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വണ്ടി കയറി പോവുക. ആൺകുട്ടികൾ അമ്മയെ സ്നേഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അവരെ ചതിക്കാത്ത സ്ത്രീജന്മം അമ്മ മാത്രമേ ഉള്ളൂ. ആൺകുട്ടികൾ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അവരെ ചതിക്കാത്ത, വെച്ചാൽ മറ്റുള്ളതെല്ലാം ചതിയാണ്, പ്രേമമെല്ലാം ചതിയാണ്. പ്രേമത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്ന ആരാ? ഗേൾസ് ആണോ ബോയ്സ് ആണോ? രണ്ടുപേരും ചതിക്കപ്പെടും, ഗേൾസും ബോയ്സും. പ്രണയം തേങ്ങയാണ്, അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല രുചിയാണ്, കറികൾ ചേർക്കാൻ നല്ലതാണ്, എന്നാൽ തലയിൽ വീണാൽ ജീവിതം പോയി.
ഇത് പ്രേമത്തെക്കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതൊക്കെ ഇൻ്റർനെറ്റിലെ പ്രേമത്തെക്കുറിച്ച് പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ച് പറയാണ്. ശരിക്കും ഇതെന്ന് പറയുന്നൊരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന അന്യോന്യമുള്ള ഒരു ഇഷ്ടമാണ്, ഒരു ആകർഷണമാണ് ഈ പ്രേമം എന്നൊക്കെ പറയുന്നത്. ഈ പ്രേമവും സ്നേഹവും തമ്മിലൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. ബൈബിളിൽ പ്രേമം എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് തോന്നുന്നു സോങ് ഓഫ് സോളമൻ അതിന് മാത്രമേ ഉത്തമഗീതത്തിൽ മാത്രമേ ഉള്ളൂ പ്രേമം എന്ന് പറഞ്ഞൊരു വാക്ക് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബൈബിളിൽ പറയുന്ന സ്നേഹം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പിന്നിൽ ഒരുപാട് സെൻസുവാലിറ്റി അല്ലെങ്കിൽ അതിക്രമം, സെക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിനകത്ത് ഒരുപാട് ചതിവുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പ്രേമം വെച്ചല്ല വിവാഹം നടത്തുന്നത്. അങ്ങനെ ചില വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഈ ടീൻസിൽ കാണുന്ന ചില വേണ്ടാത്ത താല്പര്യങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. 6ാം ക്ലാസ് ഒക്കെ ആകുന്ന സമയത്ത് തന്നെ ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനം, സെക്ച്വൽ എഡ്യൂക്കേഷനൊക്കെ തുടങ്ങുകയും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും വേണം. ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന സംവിധാനമാണ് മാരേജ്. അതായത് ഈ മാരേജ് കഴിഞ്ഞിട്ടാണ് സ്നേഹിക്കാനായിട്ട് പോകേണ്ടത്. അതിന് മുമ്പല്ല സ്നേഹിക്കാനായിട്ട് പോകുന്നത്. പഠിക്കാനുള്ള സമയത്ത് പഠിക്കുകയാണ് ആവശ്യം. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ആകർഷണമൊക്കെ ഉണ്ടാവും. വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പേരൻസിൽ നിന്ന് കുറച്ചുകൂടെ ഒരു മീശയൊക്കെ വെച്ച് തുടങ്ങുന്നൊക്കെ സമയങ്ങളിൽ കുറച്ചും കൂടി ഹോർമോൺസിൻ്റെയൊക്കെ വ്യതിയാനം വരുമ്പോൾ കുറച്ച് സ്വാതന്ത്ര്യം വേണമെന്ന് വിചാരിക്കും, കുറച്ചുകൂടെ അന്യോന്യം ആകർഷണം വേണമെന്ന് വിചാരിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ വരും, മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ വരും. അപ്പോൾ പ്രത്യേകിച്ചും പേരൻസിൻ്റെ സ്നേഹമൊക്കെ കിട്ടാതെ ഇരിക്കുമ്പോൾ ഒരാൾ സ്നേഹിക്കാൻ കൂടെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പേരൻസ് എപ്പോഴും ഓർക്കുക, അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഈ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം ഭവനത്തിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലഞ്ചിനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിന്നറിനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിലിരിക്കുമ്പോഴോ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാനായിട്ട് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് തുറന്നൊരു സംഭാഷണം വരികയാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ മനസ്സിലാവും. ഒരാളിനെ പ്രത്യേകിച്ച് ഇഷ്ടം തോന്നുക, ഒരു കാര്യം പ്രത്യേകം ചെയ്യാനായിട്ട് പോവുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്നേഹം, ബൈബിളിലുള്ള സ്നേഹവും ഈ പ്രേമവും വ്യത്യാസമാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ചും 1 തിമോത്തി 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: മൂത്തവരെ ഫൽസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മതയോടെ സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കുക. ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് ബൈബിൾ തരുന്ന സംവിധാനം നമുക്ക് തരുന്നത്. മാരേജിന് മുമ്പുള്ള കാര്യങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. മാരേജിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ എങ്ങനെയാണ്. അതായത് ഈ പ്രേമം അല്ല മാരേജിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് ഈ യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ കൗമാരത്തിലുള്ള ചില താല്പര്യങ്ങളാണ്. ഇതല്ല നമ്മളെ മാരേജിലേക്ക് നടത്തുന്നതെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രേമം എന്താണെന്ന്, ലൈംഗികത പ്രേമത്തിൻ്റെ ഈ ടീൻസിലുള്ളൊരു സംഭവം അല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോഴും നമുക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. 14 വയസ്സുള്ള കുഞ്ഞ് 13 വയസ്സുള്ള ആളുമായിട്ട് വല്ല ഗർഭിണിയായ കാര്യവും ഒക്കെ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ എന്താണ്, വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സെക്ച്വൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിലായി പോകുന്നത്. അവർക്ക് അറിയത്തുമില്ല, പലർക്കും അറിയത്തില്ല, എന്താണെന്ന് പോലും അറിയത്തില്ല. അന്യോന്യമുള്ള അട്രാക്ഷനിൽ, അന്യോന്യമുള്ള ആകർഷണത്തിൽ ആ സ്വാതന്ത്ര്യം അവരുപയോഗിക്കുന്നു. പ്രത്യേകിച്ച് പേരൻസും ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി തീരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമായി എടുത്തു എന്ന് പറയുന്നു. ബോധിച്ചവരെ എടുക്കുക. ഈ ബോധിച്ചവരെ എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും അതാണ് അവിടെ തെറ്റായിട്ടുള്ളൊരു കാര്യം. ബോധിച്ചവരെയൊക്കെ എടുക്കാനായിട്ട് പോവാം. ദൈവം കൊടുക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവം തരികയാണ്. ഹവ്വയെ ദൈവം ആദാമിന് വേണ്ടി കൊടുക്കുകയായിരുന്നു, തക്ക തുണയെ കൊടുക്കുകയായിരുന്നു. ചോദിക്കാതെ എടുക്കുന്ന ആരാ?
ബോധിച്ചവരെ എടുക്കുന്ന കള്ളന്മാരാണ്, ചോദിക്കാതെ എടുക്കുന്ന കള്ളന്മാരാണ്. അതുകൊണ്ട് 6:6 പറയുന്ന മനുഷ്യൻ ദുഷ്ടത പെരുകി, അതുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അന്നേരം ഒരുവന് ബോധിച്ച ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് അനുതപിക്കാനേ സമയം കാണുകയുള്ളൂ. ദൈവം അനുവദിച്ചു. ഈ പ്രേമിച്ച് നടക്കുന്നവരുടെ മനഃശാസ്ത്രം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ അഡോളസെൻ്റ് പ്രായത്തിൽ വരുന്ന ഇൻഫെക്ച്വേഷനാണ്. പ്രത്യേകിച്ച് ഡോപ്പമിൻ ഹോർമോൺ കൂടുതലായിട്ടുള്ള സമയം, അപ്പോഴീ ആകർഷണം തുടങ്ങും. ഈ ആകർഷണം എന്ന് പറഞ്ഞൊരു പാവമല്ല, എതിർലിംഗത്തോടുള്ള ആകർഷണം അത് ഉണ്ടാവും. എന്നാൽ അതിനെ വെള്ളമൊഴിച്ച് വളർത്തരുത്. ഈ ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന ഫോളിങ് ഇൻ ലവ് എന്നാണ് പറയുന്നത്. അതൊരു വീഴ്ചയാണ്. ശരിക്കും ഫോൾ എന്ന് പറഞ്ഞാൽ വീഴ്ചയാണ്. വീഴ്ച എങ്ങോട്ടാണ് വീഴുന്നത്? കുഴിയിലോട്ടാണ് വീഴുന്നത് സാധാരണ, അല്ലേ? നേരെ നടന്നു പോകുമ്പം കാല് തെന്നി കുഴിയിലോട്ട് വീഴുന്നു, അതൊരു പരാജയമാണ്. സാധാരണ കേസിൽ ഇൻഫെക്ച്വേഷനകത്ത് എന്താ ഉണ്ടാവുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സിമിലാരിറ്റി, കമ്പാരിസൺ ഉണ്ടാവും. ഞാൻ നന്നായിട്ട് പാട്ട് പാടും, അവളും നന്നായിട്ട് പാടും. അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞു, അവളും മെലിഞ്ഞിരിക്കുന്നു, അല്ലേ? ആ ഒരു രീതിയിലാണ് വരുന്നത്. അന്നേരം ഈ കല്യാണത്തിന് പോയിട്ട്, കല്യാണം നടത്താനായിട്ട് പോയി പ്രേമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആദാമിൻ്റെ മുമ്പിൽ ദൈവം ഹവ്വായെ കൊണ്ട് നിർത്തുന്നതിന് മുമ്പ് ആദാമിനെ ഏറ്റവും സിമിലറായിട്ട് നിന്ന ഒരു ചിമ്പൻസി ആയിരുന്നു. ആദാം ആ ചിമ്പൻസിയെ പോയി കല്യാണം കഴിക്കേണ്ടതല്ലേ? ഇല്ല. അന്നേരം പ്രേമിച്ച് നടക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രേമിച്ച് നടക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രേമം തലയ്ക്ക് പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എനിക്ക് അവൾ മതി, അല്ലെങ്കിൽ അവൻ മതി, എല്ലാത്തിനും അവന് അല്ലെങ്കിൽ അവൾക്ക് ഒന്നാം സ്ഥാനം, അവൻ്റെ മുഖം അല്ലെങ്കിൽ അവളുടെ മുഖം, അതൊരു വിഗ്രഹമായി തീരും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമല്ലോ? പ്രേമിച്ച് നടക്കുന്നവർ വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട് ബൈബിളിൽ, ഞാൻ പറഞ്ഞു. മത്തായി 5:28 ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അതായത് ഹൃദയം കൊണ്ട് നിങ്ങൾ അവളെ സ്വന്തമാക്കണം എന്ന് പറയുമ്പോൾ ഒരു മോഹം വരികയാണ്, അത് ഈക്വൽസ് വ്യഭിചാരം. അത് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്, ദൈവശിക്ഷയും കിട്ടും. അതായത് നമുക്ക് അടി കിട്ടുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ ശിക്ഷയും വരും. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇത് മോഹത്തിൽ പുറകെ നടക്കരുത്, അത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഭാവിയിൽ പിന്നീട് പണ്ടൊക്കെ പ്രേമിച്ച് നടന്ന് അതിൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ കുടുംബജീവിതത്തിലും അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കുടുംബജീവിതത്തെ ബാധിക്കും, അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്, ദൈവത്തിൻ്റെ ശിക്ഷ നമുക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുമാത്രമല്ല, ഈ നമ്മൾ ദൈവവചനമൊക്കെ പഠിച്ച് വളർന്ന് അതിൽ പ്രോഗ്രസ് ആയിട്ട് നമ്മുടെ കരിയറും ബാക്കിയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടന്നാൽ, പ്രേമത്തിൻ്റെ പുറകെ നടന്നാൽ നമ്മുടെ കരിയർ നഷ്ടപ്പെട്ടു പോവും, നമ്മുടെ ഭാവി നഷ്ടപ്പെട്ടു പോവും. അത് മാത്രമല്ല, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ വരുമ്പോഴേ അത് നിത്യതയും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നിത്യതയും ബാധിക്കും. അറിയായ്മയുടെ കാലത്ത് എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. എന്നാൽ അറിഞ്ഞുകൊണ്ട് പോയി തെറ്റിൽ അകപ്പെട്ടാൽ ദൈവത്തിൽ നിന്ന് അടി കിട്ടും, ദൈവിക ശിക്ഷ നമുക്ക് വന്നു ചേരും എന്ന് മറന്നുപോയി. അതുകൊണ്ട് പ്രേമിച്ച് നടക്കുക എന്ന് പറയുന്നത് അതൊരു ആ സമയത്തുള്ളൊരു ആകർഷണം മാത്രമാണ് എന്ന് കുഞ്ഞുങ്ങളെ പിതാക്കന്മാരും മാതാക്കളും പഠിപ്പിക്കണം. ഇതാണ് ഏറ്റവും ആവശ്യം. ഈ കൗമാരത്തിലുള്ള ഏറ്റവും വലിയൊരു സംഭവമാണിത്, പ്രേമം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് വേറെ പല പ്രയാസങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം അറിയാം, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങൾ എൻ്റെർലി നമുക്ക് ചിന്തിക്കുന്നതിലും അതീതമാണ്. പണ്ട് 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമല്ല. അവിടെ ഒരു പ്രേമിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കല്യാണത്തിൽ ചെന്ന് അവസാനിക്കുകയായിരുന്നു പണ്ടൊക്കെ. അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ വന്നങ്ങനെ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല.
ഇത് പല മോട്ടീവ്സിലുള്ള പ്രേമങ്ങളും നടക്കുന്നുണ്ട്. ഡ്രഗ്സിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട്, സെക്സ് റാക്കറ്റുകൾ അവരെ ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരെ പിടിച്ച് പല രീതിയിൽ അവരെ കൊണ്ടുപോകുന്ന പല മോട്ടീവ്സിൽ, ഈ പണ്ടത്തെ പോലുള്ള സ്നേഹമൊന്നുമല്ല. പണ്ടേ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ യൂത്ത് യങ്ങായിട്ടിരിക്കുമ്പോൾ 8, 9, 10 വയസ്സുകളിലൊക്കെ ലവ് ലെറ്റർ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ മിഠായി വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്നേഹം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രൈസസ്, എന്തെങ്കിലും സന്തോഷത്തിന് കാര്യങ്ങൾ കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിലേ ഉള്ളായിരുന്നു. ഇപ്പോഴതൊന്നുമല്ല. ഇപ്പോഴേ കരിയർ ഓഫ് ഓൾ ഡ്രഗ്സിൻ്റെ വാഹകരായി തീരുക, അവരെ നശിപ്പിച്ച് കളയുക, അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള എയിം മുഴുവനായിട്ട് ഇല്ലാതെയാക്കി കളയുന്ന രീതിയിൽ ആയിപ്പോകുന്ന രീതിയിലുള്ള പ്രേമബന്ധങ്ങളാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ പ്രേമബന്ധം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളെ പലതിലും നോ പറയാനായിട്ട് പഠിപ്പിക്കണം. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നോ പറയുക. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ അഡിക്ഷനും ഒക്കെ ഇനിയും നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഈ കുഞ്ഞുങ്ങളെ അവർക്ക് ദൈവിക ജ്ഞാനം കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. ഇവിടേക്കാണ് ദൈവത്തിൻ്റെ പ്രസൻസും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയല്ല പേരൻസ് ചെയ്യേണ്ടത്. അവരെ ദൈവിക ജ്ഞാനത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധ്യമാണ്. കൗമാരത്തിൽ അവരെ ഡീൽ ചെയ്യേണ്ട വിധങ്ങൾ, ഈ കൗമാരത്തിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ വന്നു കയറുന്നുണ്ട്. ഈ കൗമാരപ്രായത്തിലാണ് പുതിയ തിങ്കിങ് പാറ്റേൺ അവരിലേക്ക് വരുന്നത്. അത് ചിലപ്പോഴത് കുറച്ചും കൂടെ കഴിഞ്ഞ് ജോലിയില്ലാതെ ഇരിക്കുന്ന യൂത്തിലും അത് കുറേ കയറി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൗമാരത്തിലും യൂത്തിലും കയറി വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്കിന്നത്തെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് കൗമാരത്തിലുള്ള ചില ചേഷ്ടകളെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രേമത്തിലകപ്പെടുകയും കുഞ്ഞുങ്ങൾ തെറ്റിപ്പോവുകയും കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ചില ഭവനങ്ങൾ ഇന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഇത്തിരി റിബല്യസായി ഒരുപാട് ചില റിലേഷൻഷിപ്പിൽ ആയിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പേരൻസ് ഇന്ന് അതിനുവേണ്ടി ഇത്തിരി പ്രയാസപ്പെടുന്ന ചില ഭവനങ്ങളുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൽ നിന്നല്ലാത്ത എല്ലാം മാറിപ്പോകണം. പിശാചിൻ്റെ പലതരമായിട്ടുള്ള അറ്റാക്കുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ 2-3 സെഷൻസ് പറയുന്നുണ്ട്. പിശാചിൻ്റെ അറ്റാക്കിൽ വരുന്നത് അത് ഈ യൂത്തിൻ്റെ ട്രെയിനിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം അത് പറയാം എന്ന് വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. പ്രാർത്ഥനയിലല്ലാതെ ഇത് മാറിപ്പോവുകയില്ല. കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാത്തതിൻ്റെ പ്രയാസങ്ങൾ കൂടിയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ചില കുടുംബങ്ങളിലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ പ്രയാസപ്പെടുന്ന ചില കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നു. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വേണ്ടാത്ത റിലേഷൻഷിപ്പിൽ പോയിട്ട് അത് പിരിയാൻ വയ്യാത്ത രീതിയിൽ റിബല്യസായിരിക്കുന്ന ഒരു സാഹചര്യം ചില കുടുംബങ്ങളിലുണ്ടല്ലോ കർത്താവേ. ആ കുടുംബങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ വലിയ പ്രയാസത്തിലിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവെ, നിൻ്റെ വലിയ വിടുതലയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴികളെ തുറന്നു കൊടുക്കണമേ. ഹൃദയങ്ങളിലെ നിൻ്റെ ആത്മാവ് ഹൃദയങ്ങളിൽ ഇടപെടുകയും തോന്നിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരമായ പ്രയാസങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട് കർത്താവെ. അന്യോന്യം കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ ഇരിക്കുന്ന ഭവനങ്ങൾ ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ, നിൻ്റെ കൃപ അവിടെ മേലിരിക്കട്ടെ. വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരുടെ ആ ഹൃദയത്തിലുള്ള പ്രയാസങ്ങൾ ഈ ദിവസങ്ങളിൽ മാറ്റിക്കൊടുക്കുകയും തക്കതായ ഒരു വഴികൾ ഈ ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. നിങ്ങളൊരു ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് ഒരു
ഒരു ഇൻസിഡൻ്റായിട്ടല്ല, ദൈവം എന്നെക്കൊണ്ട് ചില പർട്ടിക്കുലറായിട്ടുള്ള ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ തരാനായിട്ട് ആഗ്രഹിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.